അതൊക്കെ അവിടെ കുറേ ചവറ്റുകൊട്ടുണ്ട് ഞാൻ ഇടുന്നത്, അതിൽ കിടക്കുന്നു. അത് സ്വാഭാവികമായി ഞാൻ ഉപയോഗിച്ച വാക്കെന്നാണ്. ഇതൊരു സിമ്പിൾ റിക്വസ്റ്റാണ്, ഒരു ഡിമാൻഡ് റിക്വസ്റ്റാണ്. അപ്പോൾ തൂക്കാൻ പോകുന്ന ആളുകളോട്, തൂക്കിക്കൊല്ലുന്ന ആളുകളോട് അവസാനം ചോദിക്കുമ്പോൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ നിങ്ങൾക്ക്? ഇയാളേതായാലും മരിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം പറയാനുണ്ടോ എന്ന് ചോദിക്കും തൂക്കിക്കൊല്ലിനോട്. എന്ന് പറഞ്ഞതുപോലെ അവർ ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള അവകാശം തൂക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് പോലും ഉണ്ട്. ആ ഒരു അവകാശം ഞാനിതിൽ ഉപയോഗിച്ചെന്നുള്ളൂ. ഒന്ന്, പരിഗണിച്ചാൽ തിരക്കേടില്ല. ഈ മലയോര മേഖലയിൽ നിന്നാണ് ഈ പറയുന്ന DCC പ്രസിഡൻ്റ് ഉള്ളത്. അദ്ദേഹം ഇതിൻ്റെ വിക്റ്റിമാണ്. ഏത് ഈ അനിമൽ അറ്റാക്കിൻ്റെ വിക്റ്റിമാണ് അദ്ദേഹം. അതുകൊണ്ടത് പരിഗണിച്ചാൽ തിരക്കേടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും അല്ല, സംസ്ഥാന നേതൃത്വം ഒന്നും ആലോചിച്ചിട്ടില്ല. എനിക്കിവിടെ ജയിക്കാൻ കഴിയില്ല എന്ന റിപ്പോർട്ടാണ് ഇവിടുന്ന് ജില്ലയിൽ നിന്ന് കൊടുത്തിരുന്നത്. കാരണം നിങ്ങൾക്കറിയാലോ, നമ്മളന്ന് കുറേ കാലം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വരുന്നത്. ഒരു 3-5 മാസം തെരഞ്ഞെടുപ്പോടനുബന്ധിച്ചിട്ട് ഞാൻ ഇവിടെ അവൈലബിൾ അല്ല. ഇതൊക്കെ അവിടെ നിൽക്കുകയാണ്. ആ ഒരു ഘട്ടം ഇവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു ഉന്തു കൂടി കിട്ടിയാലേ ഞാൻ തോൽക്കും എന്നാണ് കണക്കാക്കി. CPM-ൻ്റെ വോട്ട് അവിടെ നിന്ന് ചോർന്നിട്ടുണ്ടല്ലോ. അത് ഏറ്റവും ചോർന്ന സ്ഥലം ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റി അല്ലേ. ഇതാ ലാലക്കോടെ ഇരിക്കണം, ലാലിനെ അറിയാലോ. അവരൊക്കെ കണക്കറിയില്ല. ഫസ്റ്റ് 2016 3000 ചില്ലാനും വോട്ടിൻ്റെ ഭൂരിപക്ഷം എനിക്കുണ്ട്. ഇവിടെ ഉണ്ട് 3100 എന്തോ ആണ്. ഞാൻ ഉറപ്പിച്ചിരുന്നത് 4500 വോട്ടാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ. ഏറ്റവും കൂടുതൽ വോട്ട് വരേണ്ട സ്ഥലം മുനിസിപ്പാലിറ്റിയാണ് ആ തെരഞ്ഞെടുപ്പിൽ. ആ സാധനം 1500-ലേക്കാണ് പോയത്. 2016 ഞാൻ ഇവിടെ വരുമ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിൻ്റെ സ്ഥിതി എന്താ? എത്ര മെമ്പർമാരാണ് CPM-നുണ്ടായിരുന്നത്? 4 ആൾ, വെറും 4 ആൾ. മനസ്സിലായില്ലേ? ഇന്ന് ആ സ്ഥാനത്ത് കോൺഗ്രസ് എത്തി. ഇവിടെ ഈ വീട് കയറി വോട്ട് ചോദിച്ചിട്ടാണ് ഈ മൃഗീയ ഭൂരിപക്ഷത്തിൽ UDF ഇവിടെ അധികാരത്തിൽ വന്നത്. ചിലരൊക്കെ കയ്യും വെട്ടും കാലും വെട്ടും എന്ന് പറഞ്ഞ് നടക്കണ്ടല്ലോ അല്ലേ? ഇവരൊക്കെ ഈ കാലിൻ്റെ മുകളിൽ നടക്കുന്നതേ 5-8000 വീട് PVN വരെ തെണ്ടി കയറിയിട്ട് ജനങ്ങളോട് നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് മുനിസിപ്പാലിറ്റി കിട്ടിയത്. എങ്ങനെയാണ് പോത്തുകല്ല് പഞ്ചായത്ത് കിട്ടിയത്? എന്തായിരുന്നു അമരമ്പലത്തെ സ്ഥിതി? എങ്ങനെയാണ് പോത്തുകല്ല് പഞ്ചായത്ത് അമരമ്പലം മറിഞ്ഞത്? ഞാൻ വരുമ്പോൾ ആരാ പോത്തുകല്ല് പ്രസിഡന്റ്? കോൺഗ്രസ് അല്ലേ. വന്ന് 2 കൊല്ലം കഴിഞ്ഞപ്പം അവിടെ അവിശ്വാസം വന്നില്ലേ? അമരമ്പലത്ത് എന്ത് അവിശ്വാസം വന്നില്ലേ? കരുളായി എത്ര പഞ്ചായത്തുകൾ ഇപ്പം അങ്ങനെ കയ്യും വെട്ടും കാലും വെട്ടും നടന്നോട്ടേന്ന്. ഇനി വരുമല്ലോ തെരഞ്ഞെടുപ്പ് 5-8 മാസം കഴിഞ്ഞാൽ. അന്നുണ്ടായതിനേക്കാളും അപ്പുറത്തേക്ക് 2 സീറ്റ് ഇവിടുന്ന് CPM-ന് ജയിക്കാൻ കഴിയില്ല ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന്. എഴുതി വെച്ചോ നിങ്ങൾ. മനസ്സിലായി? അന്ന് 4 ആയിരുന്നു, അത് 2-ലേക്ക് വരും. 2-ലേക്ക് ഒരു പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പിൽ CPM നിലമ്പൂർ ഭരിക്കണം. നമുക്കൊന്ന് കാണാം. നമ്മളൊക്കെ ഉണ്ടാവുമല്ലോ, നിലമ്പൂർക്കാർ ഇവിടെ ഉണ്ടാവുമല്ലോ. വെറ്റിനുണ്ടോ നിലമ്പൂർക്കാർ ആരെങ്കിലും? മാഷേ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ കേട്ടാം. മനസ്സിലായില്ലേ? PV അൻവർ പോയിട്ട് രോമം പോയിട്ടില്ല. ആരാണ് പറയണത്? അല്ല, നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടി സ്വാഭാവികമല്ലേ, ഉണ്ടാവുമല്ലോ. നീരുപാധിക പിന്തുണ എന്ന് പറഞ്ഞല്ലോ. നീരുപാധിക ഇനിയിപ്പോൾ UDF-ൻ്റെ പ്രചരണ യോഗങ്ങളിൽ പ്രസംഗിക്കാൻ എന്നെ വിളിക്കൂലെങ്കിൽ ഞാനൊരു മൈക്കും കെട്ടി നടക്കുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ റിക്വസ്റ്റ്. 3ാമത് വന്നാലും 4ാമത് വന്നാലും ഒക്കെ റിക്വസ്റ്റാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ വോട്ടിന് ജയിക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഈ മലയോര കർഷക മേഖലയിലെ ഒരു വ്യക്തി എന്ന നിലക്ക്, ക്രൈസ്തവ സമുദായത്തിലൊരു മെമ്പർ എന്ന നിലക്ക് ജോയിയാണ്. അത് യാതൊരു തർക്കവും എനിക്കില്ല. 30,000-ൽ കുറയാത്ത വോട്ടിന് ജോയിക്ക് ഇവിടെ വിജയിച്ച് കയറാനുള്ള
രാഷ്ട്രീയ ചുറ്റുപാട് മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പിലെ വോട്ടിനെ സ്വാധീനിക്കുന്നത് സാമൂഹിക ചുറ്റുപാടുകളുണ്ട്. ആ സാമൂഹിക ചുറ്റുപാട് കൂടി അനുകൂലം നിൽക്കുന്നത് ആർക്കാണ്? ജോയ്ക്കാണ്. രാഷ്ട്രീയ ചുറ്റുപാട് എല്ലാവർക്കും അനുകൂലമാണ്, പക്ഷേ അതിന് ഉതകുന്ന ഒരു സാമൂഹിക ചുറ്റുപാടുണ്ട്. ആ ചുറ്റുപാടിലെ മുഴുവൻ വോട്ടും ക്യാപ്ചർ ചെയ്യാൻ ഇന്ന് ജോയിക്കേ സാധിക്കൂ. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ.